ആളുകളുടെ മനസ്സിൽ തീരെ നമ്പരമായി നിൽക്കുന്ന ഒന്നാണ് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ മരണം. വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ഫെബ്രുവരി 27-ന് സാരമായി പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലായിരിക്കെ മാർച്ച് 1-ന് പുലർച്ചെയായിരുന്നു ഷഹബാസിന്റെ മരണം. ട്യൂഷൻ സെന്ററിലുണ്ടായ യാത്രയയപ്പ് ചടങ്ങിലെ പ്രശ്നങ്ങൾക്കൊടുവിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോർവിളിയുയർത്തി നടത്തിയ സംഘർഷത്തിനിടെ ഷഹബാസിനെ ഒരു സംഘം വിദ്യാർത്ഥികൾ ആസൂത്രിതമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വേൾപൂർ റോഡിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിച്ചിരുന്ന 6 SLC വിദ്യാർത്ഥികളാണ് കേസിലെ പ്രതികളെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് ഷഹബാസിനെ കൊല്ലാൻ ഇവർ പദ്ധതിയിട്ടത്. ഷഹബാസിന്റെ മരണത്തെ തുടർന്ന് പ്രതിയാക്കപ്പെട്ട വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കി ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രതിയാക്കപ്പെട്ട 6 വിദ്യാർത്ഥികളെയും ഈ വർഷം SLC പരീക്ഷ എഴുതിപ്പിക്കരുതെന്നായിരുന്നു ഷഹബാസിന്റെ പിതാവ് പറഞ്ഞിരുന്നത്. എന്നാൽ പരീക്ഷ ദിവസം വൻ സുരക്ഷയോടെയായിരുന്നു 6 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയത്. ഇതിനെ തുടർന്ന് വൻ സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളെയും പരീക്ഷാ ബോർഡ് തടഞ്ഞിരുന്നെങ്കിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 6 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അനാസ്ഥയായി കണക്കാക്കുമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഒബ്സർവേഷൻ ഹോമിൽ നിന്നും കുറ്റാരോപിതരെ വിട്ടയക്കാനും തീരുമാനമായി. മാത്രമല്ല, കോടതി ഇടപെടലോടെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരവും. കേരളത്തിൽ കോപ്പിയടിച്ച് ഡീബാർ ചെയ്ത സ്ഥലത്താണ് കൊലപാതക കേസിലെ പ്രതി ചേർക്കപ്പെട്ടവർക്ക് തുടർ പഠനത്തിന് അവസരവും നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പൊതുസമൂഹവും നീതിയും പരാജയപ്പെടുക തന്നെ ചെയ്തു.